ഊബറിൽ നിന്ന് ഏകദേശം എനിക്കൊരു 24:72 2 ഓട്ടോ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയത്. ചെളി കൂടെ ഓടിച്ചിട്ട് ഫുള്ള് തെന്നിക്കളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്, -9 ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ മൊത്തത്തിൽ ഒരു 5 ഓട്ടം കിട്ടി എനിക്ക്. ഊബറിലൊരു 2 റൈഡും പിന്നെ ലിഫ്റ്റിൽ ഒരു 3 റൈഡും, അങ്ങനെ 5 ഓട്ടം ആകെ കിട്ടിയത്. ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എനിക്കിന്നൊരു ഓഫ് ഡേ ആണ് കേട്ടോ. ഓഫ് ഡേ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇവിടെ ഇപ്പോൾ രാവിലെ 5:30 മണിയായി. ഞാൻ എന്തായാലും ഊബർ ഓടാൻ പോവുകയാണ്. രാവിലെ ഊബർ ഓടാൻ പോയിട്ട് കാര്യമുള്ളൂ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ഉണ്ട് ഇവിടെ. രാവിലെ എന്താണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാലാണ് അത്യാവശ്യം ഓഫീസിൽ പോകണവരെ കിട്ടുള്ളൂ. പിന്നെ തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തണുപ്പാണ്. -9 ഡിഗ്രി എങ്ങാണ്ടാണ്, ഒരു ഫീൽസ് ലൈക്ക് -18 -19 എങ്ങാണ്ടാണ്. അപ്പോൾ രാവിലെ എനിക്ക് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പാർക്കിങ്ങിലേക്ക് ഇറങ്ങി. പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോയി വണ്ടി കുറച്ച് നേരം ഓൺ ചെയ്തിട്ടിട്ട് ഊബർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, ഊബറാ ലിഫ്റ്റാ എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. കുടിക്കാൻ ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്. ജാക്കറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കാരണം വണ്ടിയുടെ ഉള്ളിൽ തന്നെ ആയിരിക്കൂലേ. പിന്നെ വലിയ തണുപ്പ് കാര്യമായിട്ട് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തിറങ്ങേണ്ടി വന്ന് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കേണ്ടത് നല്ല അടിപൊളിയായിട്ട്. ഇന്നലെ ഞാൻ കഴുകിയൊക്കെ ഇട്ടാണ്, കാണിച്ചു തരാവേ. കഴുകിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഇന്നലെ രാത്രി നൈസായിട്ട് മഞ്ഞുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കഴുകിയത് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റ് ആവില്ല. ഇന്നും ഇപ്പോൾ പുറത്ത് മഞ്ഞാണ് കാണിക്കണം നല്ലോണം. അപ്പം ഇനിയിപ്പോൾ വണ്ടിയുടെ കോലം നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോ, കഴിയുമ്പോഴേക്കും ഇതായിരിക്കില്ല എൻ്റെ വണ്ടിയുടെ കോലം. എന്നാൽ പിന്നെ വണ്ടിയിൽ കയറിയാലോ നമുക്ക്. പിന്നെ ഊബർ ഓടുന്ന സംഭവം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കൂല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വേറെ ഫോണില്ല അത് റെക്കോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ക്യാമറാസ് ഒന്നുമില്ല. സോ വണ്ടി കയറിയിരുന്നപ്പോൾ സമയം കറക്റ്റ് 5:30 മണി. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-10:30, 5:30 to 6:30, 7:30, 8:30, 9:00, 10 ഒരു 5 മണിക്കൂർ മാക്സിമം ഊബർ ഓടി നോക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം ഇന്ന് വൈകുന്നേരം എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. ശരിക്കുള്ള ഷിഫ്റ്റ് അല്ല, നോർമൽ ഷിഫ്റ്റ് അല്ല, റെഗുലർ ഷിഫ്റ്റ് അല്ല, എനിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂറൊക്കെ മാക്സിമം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്ന് കഴിയൂട്ടോ. ഞാൻ എന്തായാലും അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഊബർ റൈഡും. പിന്നെ ഇന്ന് ഹരി വീട്ടിലുണ്ട്. ഹരി പറഞ്ഞ പോലെ നല്ല ഉറക്കത്തിലാണ് ഹരി. അപ്പം എന്തായാലും ഹരിക്കും പണിയുണ്ട് കേട്ടോ. ഹരിക്ക് ഇന്ന് 4:45, 5 മണിക്ക് ഹരിക്കുന്ന പണി. 4:45 തൊട്ട് രാത്രി 9:00 വരെയും. എനിക്ക് ഈ പറഞ്ഞ പോലെ നൈറ്റ് 6 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ് ഷിഫ്റ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അതിന് മുന്നേ കഴിയാം, ചിലപ്പോൾ 12 മണി ആവായിരിക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിൽ നോക്കി നോക്കാം, അധികം പറഞ്ഞ് വലിച്ചു കിട്ടണില്ല. പിന്നെ ഊബർ ഓടുന്ന കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കൂല കേട്ടോ. കാരണം എനിക്ക് ഒറ്റ ഫോണുള്ളൂ. ഈ ഫോണിൽ തന്നെ വേണം എനിക്ക് പാട്ട് വെക്കാൻ വേണ്ടിയിട്ട്, ഈ ഫോണിൽ തന്നെ വേണം എനിക്ക് ഊബർ ഓണാക്കിയിടാൻ, ഈ ഫോണിൽ തന്നെ വേണം എനിക്ക് ലിഫ്റ്റ് ഓണാക്കിയിടാൻ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഞാൻ കാർപ്ലേ ആയിട്ട് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് തരുന്ന കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോൺ എന്തെങ്കിലും കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റില്ല. ഞാൻ എവിടെയെങ്കിലൊക്കെ സ്റ്റോപ്പ് കിട്ടുമ്പോൾ അവിടെ നിർത്തി എന്തോരം ഓട്ടോ ഓടി, എത്ര കിട്ടി, ഇന്നെങ്ങനെയുണ്ട്, കാലാവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് തന്നെ വലിച്ചിട്ട് വെറുപ്പിക്കാനുള്ള പോണ വഴിക്കുള്ള കാഴ്ചകൾ ഞാൻ പറ്റുകയാണെങ്കിൽ ഡാഷ് ക്യാമിൽ നിന്ന് കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ട് ഡാഷ് ക്യാം വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും, വണ്ടി ഓണാക്കി ഇടണം അത്രയും നേരം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡാഷ് ക്യാം വിഷ്വൽസ് ആഡ് ചെയ്യാൻ അത്രയും ഇത് ചെയ്യാത്തത്. ഇനിയിപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ റീച്ച് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഗോപ്രോയാ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ വിഷ്വൽസൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഊബർ പരിപാടി തുടങ്ങിയാലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കുള്ളൂ. കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഓണാക്കിയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കണതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് ഞാനിവിടെ 0 ആക്കിയിട്ടുണ്ട്. ഏകദേശം 1/2 ടാങ്കിൻ്റെ മുകളിൽ നമുക്ക് പെട്രോൾ ഉണ്ട്. ഒരു 100-150 കിലോമീറ്റർ ഓടാനാണ് ഇന്നത്തെ പ്ലാൻ. എന്തായാലും നോക്കി നോക്കാം റൈഡ് കിട്ടണം എങ്ങനെയാണ്, എന്താണ് സാഹചര്യം എന്നുള്ളതൊക്കെ. രാവിലെ ആയതുകൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നല്ല തണുപ്പായതുകൊണ്ടൊക്കെ. നോക്കാം നമുക്ക്. Two hours later. അപ്പോൾ സമയം ഏകദേശം 8:05 ആയിട്ടാ. നമ്മൾ 5:30 റൈഡ് തുടങ്ങിയല്ലേ. 5:30 റൈഡ് തുടങ്ങിയിട്ട് ഞാൻ മൊത്തത്തിൽ ഒരു 5 ഓട്ടം കിട്ടി എനിക്ക്. ഊബറിലൊരു 2 റൈഡും പിന്നെ ലിഫ്റ്റിൽ ഒരു 3 റൈഡും, അങ്ങനെ 5 ഓട്ടം ആകെ കിട്ടിയത്.
ഫസ്റ്റ് തുടങ്ങിയപ്പോൾ കുറച്ച് ഷോക്കുമായിരുന്നു. ഫസ്റ്റ് റൈഡ് കിട്ടിയത് ഒരു $5. പിന്നെ സെക്കൻഡ് റൈഡ് നേരെ എന്നെ സ്കാർബ്രോന്ന് നേരെ ഡൗൺ ടൗൺ ടൊറൻഡോ സൗത്ത് ഡൗൺ ടൗണിലേക്കാണ് കൊണ്ടുപോയത്. കാരണം തിരക്ക് പിടിച്ച റൈഡായിരുന്നു. ഒരു 28-30 കിലോമീറ്ററിന് $19 ആ റേഞ്ച് കണ്ട കിട്ടിയത്. അത് കഴിഞ്ഞ് ഡൗൺ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഊബറിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിക്കുന്ന റൈഡ്സ് മൊത്തം $3-4 കേക്കുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അടിച്ചപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു. $3 2 വന്നപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ലിഫ്റ്റ് ഓൺ ചെയ്ത് തരാം. ലിഫ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലിഫ്റ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണസ് അവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റൈഡ് എടുത്തതിന് ഒരു $5 കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ ബോണസ് അവേഴ്സ് ചിലപ്പോൾ ഒരു $3-4 ഉണ്ടാവും ഒരു മണിക്കൂറത്തേക്ക്. അപ്പോൾ ആ $5 പ്ലസ് എത്രയാണ് ബോണസ് അവേഴ്സിനുള്ള, ഇപ്പോൾ 2 3 4 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ ആഡാവും. അപ്പോൾ ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ റൈഡ് 3 കിലോമീറ്റർ റൈഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ഉണ്ടായി. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിഫ്റ്റ് ഉണ്ട് ബെറ്റർ. പക്ഷേ ലിഫ്റ്റിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരാഴ്ചയിൽ 13 മണിക്കൂറേ പ്രയോറിറ്റി മോഡ് കിട്ടുള്ളൂ. ഈ പ്രയോറിറ്റി മോഡിൽ നമുക്ക് നല്ലോണം ഓട്ടം കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് ഓട്ടം ഭയങ്കര കുറവായിരിക്കുള്ളൂ. ഈ 13 മണിക്കൂർ ഇപ്പോൾ ആഴ്ചയിൽ നമ്മൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രയോറിറ്റി മോഡ് ഉണ്ടാവില്ല. നമുക്ക് റൈഡും കുറച്ചേ കിട്ടുള്ളൂ. ഭയങ്കര കുറവായിരിക്കുള്ളൂ കിട്ടുന്നത്. പിന്നെ അത് മാത്രമല്ല, കമ്പയറിങ് ടു ഊബർ ലിഫ്റ്റിൽ കുറച്ച് റൈഡ് കുറവാണെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഊബറിൽ ഇങ്ങനെ $3-4 ഒക്കെ വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. നമുക്കൊരു ഓട്ടം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസങ്ങളിലൊക്കെ. പക്ഷെ ലിഫ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓട്ടോ ഇല്ലാത്ത ദിവസം ഒട്ടും കിട്ടൂല. ഭയങ്കര ഷോക്കായിരിക്കുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയും പറഞ്ഞൊക്കെ നിൽക്കൂട്ടോ. ഓരോ ദിവസത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എനിക്ക് ലിഫ്റ്റിൽ നിന്ന് ഏകദേശം ഒരു 24-72 ഊബറിൽ നിന്ന് ഏകദേശം എനിക്കൊരു 24-72 2 ഓട്ടോ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയത്. അത് ഞാൻ എന്തായാലും സൈഡിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് ലിഫ്റ്റിൽ നിന്ന് ഞാൻ ഒരു 3 ഓട്ടോ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു $38-91 കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 63 എത്രങ്ങാണ്ടായിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 76 കിലോമീറ്റർ മൊത്തത്തിൽ ഓടി. ഇപ്പം അതെ ഇനിയിപ്പോൾ 8 മണിയല്ലേ, ഒരു കാപ്പി കുടിക്കാം, എന്തായാലും ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന്. ഇത്രയും നേരം കണ്ടിന്യൂസ് ഓടിയിട്ട് പുറമൊന്നല്ല വേണ്ട. അപ്പോൾ മിനിറ്റൊക്കെ നിന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും 10-10:30 വരെ ഓടാന്നാണ് എൻ്റെ പ്ലാനിങ്സ്. അപ്പോൾ പിന്നെ മഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഞ്ഞിട്ട് ഞാൻ അത് കാണിച്ചു തരാം. പുറത്ത് നോക്കിയത് നിങ്ങൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഫുള്ളി മഞ്ഞ് വീണിട്ട് ചെളിയായിട്ട് ഞാൻ എൻ്റെ വണ്ടിയുടെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. എന്താണെന്ന് പുറത്ത് -9 എങ്ങാണ്ടാണ്. ഇത് കേട്ടോ മഞ്ഞാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂല സംഭവം എന്താണെന്ന്. ഞാൻ ഉണങ്ങി കഴിഞ്ഞിട്ട് വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് നോക്കിയാൽ കരം മഞ്ഞ. ഞാൻ എൻ്റെ വണ്ടിയെ പോലെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല, ക്യാമറയിൽ അത്രയ്ക്കും വിസിബിൾ അല്ല. നല്ലോണം മഞ്ഞുണ്ട് കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ അതെ നമ്മുടെ ടിം ഹോട്ടൻസ് അവിടെ ബാക്കിലാ കാണുകയാണ്. പോകാം, നേരെ ഒരു ചായ കുടിക്കാം. തണുപ്പത്തധികം നേരം നിൽക്കാൻ പറ്റില്ല. ചെളി കൂടെ ഓടിച്ചിട്ട് ഫുള്ള് തെന്നിക്കളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട്. -9 ഡിഗ്രി ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഫീൽസ് ലൈക്ക് കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫീൽസ് ലൈക്ക് ഏകദേശം ഒരു 18 ഉണ്ടാവും എന്തായാലും. അപ്പം ഞാനിപ്പോൾ നോർത്ത് ഭാഗത്തേക്ക് എത്തി. വോൺ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലേക്ക് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തോട്ടം തുടങ്ങാം. ഓക്കെ, കാണാം നമുക്ക്. റോഡൊക്കെ നല്ല ചെളിയാണ്. നല്ല ഷൂ ഇല്ലെങ്കിൽ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. മഞ്ഞിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡും കൂടി ഉണ്ട് കേട്ടോ മഞ്ഞിന്. അപ്പോൾ അത് ടിമ്മിന്നൊരു ചായയും വാങ്ങിച്ച് ഇനി ചായ കുടിച്ചിട്ട് നമുക്ക് റൈഡ് തുടങ്ങാം കേട്ടോ. നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വെറുതെയാണ്. -9 അല്ല, -13 ഗൈസ് പുറത്തെ ടെമ്പറേച്ചർ. ഞാൻ ജാക്കറ്റൊന്നും എടുത്തില്ല, ഉള്ളിൽ തെർമൽ ഇട്ടേക്കണ കാരണം. ഉള്ളി കയറട്ടെ. അപ്പോൾ അത് നമ്മുടെ കാപ്പിയൊടി കഴിഞ്ഞ് പിന്നെ അതല്ലാണ്ട് ഇത് ഡാഷ് ക്യാമിൽ നിന്ന് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടാണ് എൻ്റെ ഇടയ്ക്കും വിലക്കൊക്കെ ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം മൊത്തത്തിൽ കാണിക്കാൻ പറ്റില്ല, പ്രൈവസി ഇഷ്യൂ ഉണ്ടല്ലോ. ഞാൻ അതെങ്ങാനും പിടിച്ച് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ സസ്പെൻഡ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത്. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ മാക്സിമം. പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വല്ല ഗോപ്രോ ഒക്കെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് വിഷ്വൽസും പിന്നെ ഇറങ്ങുന്നതും കയറുന്നതും അങ്ങനെ ചെറിയ ഭാഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുക കേട്ടോ. അത്രയും പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഫോണിൽ ഇപ്പോൾ റൈഡ് അടിക്കണതും എങ്ങോട്ടാണ് കിട്ടിയതെന്നും കണ്ടിന്യൂസ് പറയണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും വല്ല ഗോപ്രോ എൻ്റെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യേ അല്ലെങ്കിൽ മറ്റേ റൈബാൻ്റെ മെറ്റാ ഗ്ലാസസിൽ അങ്ങനത്തെ വല്ലതൊക്കെ വാങ്ങിക്കെന്തെങ്കിലും വേണം. വീഡിയോസിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും. കാരണം എനിക്ക് നല്ല രീതിക്ക് വീഡിയോ കാണിച്ചു തരാമെന്നാണ് നിങ്ങൾക്ക്. അപ്പോൾ ചായ കുടി കഴിഞ്ഞ് ഏകദേശം 8 ആയിട്ടാ.
8:05 വന്നാണ് ഇങ്ങോട്ട്. ഒരു 20-25 മിനിറ്റിൻ്റെ അടുത്തെടുത്ത് മൊത്തത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഓൺ ചെയ്ത് നോക്കണം. എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഈ ഭാഗത്തുനിന്ന് കിട്ടുമെന്ന്. എന്നാലും കറങ്ങി നോക്കാം. ലിഫ്റ്റ് ഊബറും രണ്ടും ഓൺ ചെയ്തിടും. പിന്നെ ഞാൻ എന്തൊക്കെ കാണിച്ചാലും ഇപ്പോൾ ഈ ഏണിങ്സ് സംഭവങ്ങളൊക്കെ കാണിച്ചാലും ഞാൻ എൻ്റെ ഏണിങ്സ് എനിക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ ഇങ്ങനെ ഇരിക്കൂല. ചിലപ്പോൾ പലർക്കും പല രീതിക്ക് ചിലപ്പോൾ നല്ല രീതിക്ക് ഏണിങ്സ് കിട്ടുന്നവരുണ്ടാവും, ചിലപ്പോൾ ഒട്ടും കിട്ടാത്തവരുണ്ടാവും. എന്നെ പോലെ പിന്നെ അവിടെ നിന്ന് കാരണം എൻ്റെ ആ ഒരു റൂട്ടീൻ അങ്ങനെയാണ്. എനിക്ക് വേറൊരു ജോലിയുണ്ട്, അത് 12 hour ഷിഫ്റ്റ് ആണ്. അപ്പോൾ അതുള്ള ദിവസം എനിക്ക് ഇത് ഓടാൻ പറ്റൂല. മുടക്കമുള്ള ദിവസങ്ങളിൽ മാത്രം എനിക്ക് ഊബർ ഓടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലിഫ്റ്റ് ഓടാൻ പറ്റുള്ളൂ. അതും ഈ പറഞ്ഞ പോലെ എപ്പോഴും പണിയായാൽ മാത്രം കാര്യമില്ല. കാരണം ഞാൻ പണിക്ക് പോകുന്ന ദിവസം ഡേ ഷിഫ്റ്റ് ആണെങ്കിൽ രാവിലെ 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. സബ്വേക്കാണ് പോണത്. അതൊക്കെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ പോയി കഴിഞ്ഞ് രാത്രി 9-10 മണിയാകും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആസ് എ ഫാമിലി എന്നുള്ള രീതിക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. ഇപ്പം ഞാനും ഹരി എന്നുള്ള രീതിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ ഓഫുള്ള ദിവസവും ഊബർ ഓടാൻ പറ്റിയെന്നിരിക്കില്ല. ഞങ്ങൾ പുറത്ത് പോകാൻ നോക്കും, ഫുഡ് കഴിക്കാൻ പോകും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊക്കെയാണ് എൻജോയ്മെൻറ്റ് ഇവിടുത്തെ. അപ്പോൾ എന്തൊരു പറയാൻ വന്നത് മറന്നുപോയില്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ പറ്റണ ദിവസങ്ങളിലൊക്കെ ഓടിയിട്ട് കിട്ടണത് വെച്ചിട്ടാണ് വണ്ടി അടവും വണ്ടി ഇൻഷുറൻസും പിന്നെ ഗ്യാസും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ബാലൻസിൽ പോണത്. എന്തായാലും പേച്ചക്ക് ടു പേച്ചക്കാണ് കാര്യങ്ങൾ നിലവിൽ. പക്ഷെ എന്നാലും ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് വന്ന നിയമങ്ങൾ അതൊക്കെ എന്താവുന്നാവോ, അതിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല, ചെയ്യാനുള്ള ചെയ്യാം. ഓക്കെ, സോ നമുക്കെന്നാ ഇനിയിപ്പോൾ ഓൺ ചെയ്തിട്ട് ഓടണ പരിപാടി നോക്കിയാലോ. പെട്രയില്ലേ, സമയം വൈപ്പിക്കണ്ട. ഓക്കെ, അപ്പം ഇനി ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് കാണിക്കാം. ഓട്ടം കിട്ടിയില്ലെങ്കിൽ അത് ഞാൻ വന്നിട്ട് പറയാം. ഓട്ടം നിർത്തുമ്പോൾ മൊത്തത്തിൽ എന്തോരം ഊബറിന് കിട്ടിയെന്നുള്ളതും കാണിച്ചിട്ടുണ്ടോ നോക്കിയാൽ. ഓക്കെ, ബൈ. എന്റെ മോനെ ഒരു ഡ്രോപ്പ് ഓഫിന് വന്നാണ്ടാ. കിട്ടില്ലം പ്ലേസ് എന്ന് പറഞ്ഞാൽ അടിപൊളി. മഞ്ഞു ചെയ്തിട്ട് നോക്കി നിങ്ങൾ. റോഡൊന്നും ഇല്ല, ചെളിയാണ് റോഡിലുള്ളത്. പക്ഷെ ബാക്കി നിങ്ങൾ സൈഡിലേക്കൊക്കെ കാണാം മഞ്ഞു ചെയ്തിട്ട്. ഇതൊരു കൺട്രി സൈഡ് ആണ്ടാ. ഞാൻ ഈ ഭാഗത്തേക്കൊന്നും ഒട്ടും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരണത്. പക്ഷെ കിട്ടില്ല സ്ഥലം. ഒരു ഹോട്ടൽ എന്നാ കാണാണ് കൺട്രി സൈഡിലുള്ള. ഭയങ്കര ഉള്ളിലേക്കായിട്ടാണ്. ഇങ്ങനെ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് മഞ്ഞിട്ടാ. ഇതുണ്ടോ, അടിപൊളിയല്ലേ. ഞാനിപ്പോ ഈ വന്നേക്കണ ലൊക്കേഷൻ കിഡിലോട്ടാ. ഞാൻ ഡാഷ് ക്യാം വിഷ്വൽസ് എന്തായാലും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫുള്ള് മറ്റേ ഇതാണ്, ഫാംസ് ആണ് തോന്നിട്ട് ഇവിടെ മൊത്തം. പക്ഷെ മഞ്ഞു നടക്കണ കാരണം ഒന്നും ഫംഗ്ഷനിങ് അല്ല. ഫുള്ള് ഈ പറഞ്ഞ ക്ലോസ്ഡ് ആയിക്കോളും. എന്താ സ്ട്രോബെറി ഫാം ഒക്കെ ഞാൻ വരണ വഴിക്ക് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്സ്. അതൊക്കെ സമ്മറിലായിക്കോളും ഉണ്ടാവണത്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഇവിടെ നിന്ന് റൈഡൊന്നും കിട്ടൂല നമുക്ക്. അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ വീടിന്റെ അവിടേക്കുള്ള ലൊക്കേഷൻ ഇടാം, പോയിക്കൊണ്ടേ ഇരിക്കുക. പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വല്ലതും കിട്ടുകയാണെങ്കിൽ, മീൻസ് പോണ വഴിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് നഷ്ടമാണ്. കാരണം ഇപ്പൊ തന്നെ ഏകദേശം 100 കിലോമീറ്റർ ആയി. വീട്ടിലേക്ക് ഇനി 45 മിനിറ്റും 43 കിലോമീറ്ററും ഉണ്ട്. സമയം ഏകദേശം 9:50. ഞാൻ എന്തായാലും വീട്ടിലെത്തുമ്പോൾ 10:30 ആകുന്ന കാണിക്കണത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കടയിൽ കയറാനുണ്ട്. ടാസ്ക് ആണ്. അപ്പൊ നോക്കാം നമുക്ക് റൈഡ് വല്ലതും കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ഈ കൺട്രി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണ്ട. നമുക്ക് ട്രാഫിക് ഒന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ സുഖമായിട്ട് ഓടിക്കുക, കാഴ്ചകളൊക്കെ അടിപൊളിയൊക്കെയുള്ളൂ. നല്ല രസമായിരിക്കുള്ളൂ നമുക്ക് സിറ്റിനെ വിട്ടിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈഡ് ഇറക്കി കഴിഞ്ഞിട്ട് അടുത്ത റൈഡ് കിട്ടൂല. നമ്മുടെ കിലോമീറ്റർ വളരെ ഭയങ്കര നഷ്ടം വരും നമുക്ക്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് മിക്കവാറും എനിക്ക് റൈഡൊന്നും കിട്ടാൻ പോകുള്ള 40-42 കിലോമീറ്റർ ഞാൻ ചുമ്മാ ഓടേണ്ടി വരും. മൊത്തത്തിൽ ഇപ്പൊ ലിഫ്റ്റിൽ മാത്രം എനിക്ക് ഏകദേശം ഒരു $70 ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഊബറിൽ നേരത്തെ ഊബർ പിന്നെ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. ലിഫ്റ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഊബറിൽ ഏകദേശം ഒരു 24. അപ്പോൾ ഈ പറഞ്ഞ പോലെ 70, 80, 90, $94 മാക്സിമം മൊത്തം ഒരു 150 കിലോമീറ്ററിൻ്റെ അടുത്ത്. 100 ഒപ്പിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അറിയില്ല ഗൈസ് 100 കിട്ടുമെന്ന്. നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഹരി വീട്ടിലുണ്ട്. കരഞ്ഞിപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം വൈകുന്നേരം ജോലിക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം നേരം കിടന്ന് ഓടിക്കഴിഞ്ഞാലും നമുക്ക് നഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല മാക്സിമം 10-10:30 അതുവരെ ഓടാനുള്ള പ്ലാനുള്ളൂ എനിക്ക്. എന്തായാലും കുഴപ്പമില്ല. 94 ഒന്നുമില്ലാത്തതിനെക്കാട്ടി ഭേദമുള്ള എന്തെങ്കിലും കിട്ടണത്. അപ്പോൾ ഈ വഴിയൊക്കെ കണ്ട അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സ്ഥലം. വീടുകൾ നല്ല ഗംഭീര വീടുകളുണ്ട് ഇവിടെ. ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വില്ലാസ് മോഡല് വീടുകളൊക്കെ കേട്ടാ. ചർച്ചിൽ വില്ല. അടിപൊളി സ്ഥലം. എന്തായാലും നിങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് മതി, പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കും. ഞാൻ റൈഡ് വല്ലതും കിട്ടുമോ നോക്കട്ടെ. അപ്പൊ സമയം ഏകദേശം ഞാൻ പറഞ്ഞ ഒരു 10:20 കഴിഞ്ഞ് 10:30 ആവാണ്. ഏകദേശം ഒരു 121 കിലോമീറ്റർ കേട്ടോ. വീടിന്റെ അടുത്തല്ല ഉള്ളത്, വീടിന്റെ അവിടെ നിന്ന് ഒരു 27 കിലോമീറ്റർ ഇപ്പുറമാണ് ഉള്ളത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ റൈഡ് നിർത്തി. എന്തായാലും റൈഡ് വരണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല ദിവസമാണ് അത്യാവശ്യം. എനിക്കിപ്പോ ലിഫ്റ്റിൽ നിന്ന് ഏകദേശം ഒരു $81. ഊബറിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഊബർ പിന്നെ ഓൺ ആക്കിയിട്ടുള്ള 26 ആ ഒരു അത്രയും കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും സൈഡിൽ കാണിക്കാം എന്തായാലും. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസമായിരുന്നു. മൊത്തത്തിൽ ഒരു $107 അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 121 കിലോമീറ്റർ. ഇനി വീട്ടിലേക്ക് ഒരു 27, മൊത്തം ഒരു 150 കിലോമീറ്റർ ആവും. കുഴപ്പമില്ല. നല്ല മഞ്ഞായിരുന്നു, നല്ല ചെളി ഉണ്ടായിരുന്നു, വണ്ടി നല്ലോണം സ്കിഡ് ആവുണ്ടായിരുന്നു. സൂക്ഷ്യം കണ്ടൊക്കെ ഓടിക്കേണ്ടി വന്ന് ഈ ഒരു ഇതിൽ. മഞ്ഞത്ത് ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയൊരു തട്ടിട്ടിയാൽ മതി പണിയാവാൻ വേണ്ടി മൊത്തത്തിൽ. അപ്പം ഇനിയിപ്പോൾ നേരെ വീട് പിടിക്കുക. കാരണം 10:30 വീട്ടിലെത്തുമ്പോഴേക്കും 11 മണി. നല്ല വിശപ്പുണ്ട്. വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ഇനിയിപ്പോൾ ഷിഫ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഞാനപ്പം ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. പൊറോട്ട കാണിക്കണം. ഹരിക്ക് പൊറോട്ട കഴിക്കണമെന്ന്. വീട്ടിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് ഹരി നല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പൊറോട്ടയും ബട്ടർ ചിക്കനാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എന്തായാലും അതൊക്കെ കാണിക്കാം. ഓക്കെ, വീട്ടിലേക്ക് പോയാലോ നമുക്ക്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള റോയൽ കേരള ഫുഡ്സിലാണ് വന്നേക്കണത്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പൊറോട്ട കിട്ടുമെന്ന് നോക്കട്ടെ. ഫ്രോസൺ പൊറോട്ടയാണ് ഉദ്ദേശിക്കണത്. അത് കിട്ടിയില്ലെങ്കിൽ മൂഞ്ചി. വണ്ടിയുടെ കോലം നോക്കിയാൽ നല്ലോണം ചെളിയായിട്ടുണ്ട്. ഇത് പോണേം കഴിയുമ്പോൾ ശരിക്കും മനസ്സിലാവും കേട്ടോ. എന്തായാലും നോക്കാം കിട്ടുമെന്ന്. അപ്പോൾ അതേ നമ്മൾ നോക്കി വന്ന സാധനം കിട്ടിയിട്ടുണ്ട്. ഇതൊരു 16 ഉണ്ട് കേട്ടോ. $9 എങ്ങാണ്ടാവുന്ന വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ പറയാം. വണ്ടിയുടെ പോലെ നോക്കിയേ. ആഹാ എന്തിനാണ് ഈ വണ്ടി ഞാൻ ഇന്നലെ കഴുകിയത്. ഇവിടെ ഇങ്ങനെയുണ്ടോ പിന്നെ വിൻ്ററിൽ മാക്സിമം എല്ലാ ദിവസവും കഴുകണം. അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ 150 കിലോമീറ്റർ കേട്ടോ കറക്റ്റ്. നമുക്കൊരു $107 കിട്ടിയത്. 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കണുണ്ട് 8.9 ലിറ്റർ പെട്രോൾ വേണം 100 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ഒന്ന് കണക്കൂട്ടി നോക്കിക്കോ. ഏകദേശം $1.5 ഇവിടെ, 1 ലിറ്ററിന് $1.5. അപ്പോൾ ആ ഒരു കണക്കിലാണ് നമുക്കിന്ന് ചിലവ് വന്നേക്കണത്. ഇതേ അപ്പോൾ പാർക്കിങ്ങിലെത്തിയിട്ടാ. ബാക്കിൽ കിടക്കുന്ന വണ്ടിയുടെ കോലം നോക്കിയത് നിങ്ങൾ. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും കഴുകാൻ സമയം കിട്ടൂല. കാരണം ഇപ്പം തന്നെ ഏകദേശം 11 മണിയായി. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും എന്തായാലും ഉച്ചയാവും. പിന്നെ 4 മണിയാകുമ്പോൾ ഹരിക്ക് ഷിഫ്റ്റിന് വേണം, 4 എനിക്ക് ഷിഫ്റ്റിന് വേണം. ഞാനപ്പോൾ സബ്വേ പിടിച്ച ബസ്സും സബ്വേ ഒക്കെ എടുത്താണ് പോണത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയുടെ ആവശ്യം വരുന്നില്ല. നാളെ എന്തായാലും ഹരിനൊക്കെ ഉണ്ടാക്കാൻ പോകും. നാളെ എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്, നാളെ മറ്റന്നാൾ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ നാളെ എന്തായാലും ഹരിനൊക്കെ ഉണ്ടാക്കാൻ പോണ സമയത്ത് വണ്ടി കഴുകാം. ഓക്കെ, നമുക്കന്ന് ഇപ്പോൾ റൂമിൽ പോയിട്ട് പൊറോട്ടയും ബട്ടർ ചിക്കനും തിന്നാം. ഇത് ഓക്കെ. വണ്ടി എടുത്ത സമയത്ത് നല്ല കറപ്പ വണ്ടി ആയിരുന്നില്ലേ എൻ്റെ മോനെ. ഇതെന്താ ഇങ്ങനെ വരണമെന്ന് അറിയോ? മെയിനായിട്ട് സംഭവം ഒന്ന് ഐസും വെള്ളവും കൂടി ഇങ്ങനെ പറ്റിപ്പിടിച്ചിരുന്നിട്ട്, പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഇവർ ഈ ഐസ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പിടും റോട്ടിൽ. ഒരു വണ്ടിയിൽ പോയിട്ട് വണ്ടി ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ ഇട്ടിട്ട് പോകും. ആ ഉപ്പ് വണ്ടിയൊക്കെ കയറി പൊടിഞ്ഞ്, കല്ലുപ്പാണ് ഇടുന്നത്, വണ്ടിയൊക്കെ കയറി പൊടിഞ്ഞ് നല്ല പൊടിയായിട്ട് കിടക്കണ്ടാവും. നമ്മൾ ഈ സ്പീഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇതാക്കി വരുമ്പോഴൊക്കെ മറ്റു വണ്ടികളിൽ നിന്ന് തെറിച്ച്, അല്ലാണ്ട് നമ്മുടെ വണ്ടിയിൽ നിന്നൊക്കെ തെറിച്ചാണ് ഇത്രയും വൃത്തിയാടാവണത്. അപ്പം മഞ്ഞും വെള്ളവും ഉപ്പും. ഉപ്പടിച്ചു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ചീത്ത കൂട്ടും ഇവിടെ. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. നമുക്കപ്പോൾ നമ്മുടെ സുന്ദരനെ തൽക്കാലം ലോക്ക് ചെയ്തിടാം. എന്നിട്ട് വീട്ടിൽ പോവാം. ഗായ്സ്, ഞാനിങ്ങനെ ലിഫ്റ്റിലെത്തി. 7ാമത്തെ ഫ്ലോറാണ് കേട്ടോ. 7ാമത്തെ നില തട്ടി. ഓക്കെ, ആരുമില്ല ഇടയിൽ നിന്ന്. അപ്പോൾ 7ാമത്തെ നിലയെത്തി.
തുറക്കൂ പെട്ടെന്ന് ആയിക്കോട്ടെ, വിശന്നിട്ട് വയ്യാം. ഈ ഫ്രോസൺ പൊറോട്ട ഇത് ചുടണോട്ടാ, ചുട്ടിട്ടേ തിന്നാൻ പറ്റുള്ളൂ. സോ ഗായ്സ്, നമ്മുടെ വീടെത്തി. ഇതാണ് നമ്മുടെ ഹോം സ്വീറ്റ് ഹോം. ഹോം സ്വീറ്റ് ഹോം. ഹോം സ്വീറ്റ് ഹോം. ഹരിയോം ഹരിയോം. കാക്കാലത്തി ഹരിനെ കണ്ടിട്ടുണ്ടോ ഗായ്സ് നിങ്ങൾ? ഇതാണ് ഇവിടുത്തെ കാക്കാലത്തി ഹരി. നീ നിന്റെ പൊറോട്ട എന്റെ പേ. ഞാൻ പറഞ്ഞ നമ്മുടെ പൊറോട്ടയും ബട്ടർ ചിക്കനും റെഡി ആയിട്ടുണ്ട്. പൊറോട്ട ഫ്രോസൺ ആണ്, ഞാൻ കാണിച്ചില്ല വാങ്ങിക്കണത്. അപ്പോൾ സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹരി വെച്ച ബട്ടർ ചിക്കൻ എങ്ങോട്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. ഹരി എങ്ങോട്ടെന്ന് പറയൂ. സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം യമ്മി എന്ന് പറഞ്ഞാണ്ട. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചു നോക്കട്ടെ. ഹരി വെച്ച ബട്ടർ ചിക്കൻ. ചാറൊഴിക്കും, കുറച്ചും കൂടെ ചാറൊഴിച്ചു. നല്ല ഡിപ്പായിട്ട് ഇതേ ഒരു പൊറോട്ട എടുത്ത് ഇങ്ങനെ കുഴച്ച് നല്ല സൂണിട്ടാ, അടിപൊളി സാധനം. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യും, ഞാൻ ഇട്ടുതരാം. സിമ്പിളാ. സെറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ബ്രഞ്ചാണ്. 11:30 മണിയായി. ഇനിയിപ്പോ എന്തായാലും ഉച്ച കഴിക്കൂല, 4 മണിക്കപ്പോ എന്തായാലും പണിക്ക് പോകും. അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്തോ. ഇനി ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാൻ നോക്കാം. വല്ല ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചോദിച്ചു, എങ്ങനെയാണെന്ന് വെച്ച് ഇതാക്കിക്കോ. അപ്പൊ ബൈ.